ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ലാവണ്യ കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് അശ്വൻ വരുന്നുണ്ട്. അശ്വനോട് ലാവണ്യ ചോദിക്കുന്നുണ്ട്, ആ ഏസ് എനിക്ക് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ് സെലക്ഷൻ സൂപ്പറായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അശ്വൻ പറയുന്നുണ്ട്, നിനക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്, പക്ഷേ ഈ ഡ്രസ്സ് ചിലപ്പോൾ മുത്തശ്ശി എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അതെന്താ അങ്ങനെ ചോദിക്കുമ്പോൾ, മുത്തശ്ശിയൊക്കെ പഴയ കാലഘട്ടത്തെ ആൾക്കാരല്ലേ, അവർക്ക് ഇങ്ങനത്തെ മോഡേൺ ഡ്രസ്സൊന്നും ഇഷ്ടാവണമെന്നില്ല എന്ന് പറയാണ്. ആ സമയത്ത് ലാവണ്യ പറയുന്നുണ്ട്, എൻ്റെ യേസ് നിൻ്റെ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ധാവണിയും ഉടുത്ത് അല്ലെങ്കിൽ സാരിയൊക്കെ ഉടുത്തിട്ട് വലിച്ചു കെട്ടി മുടിയൊക്കെ പിന്നിട്ട് എണ്ണയൊക്കെ തേച്ച് നടക്കണോ? ആ മറ്റേ പെണ്ണിനെ പോലെ, നമ്മുടെ കാർട്ടൂൺ ബേബി എന്തായിരുന്നു അവളുടെ പേര് എന്ന് ലാവണ്യ ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ആ ശ്രുതി ലക്ഷ്മിയോ, അതെ അതെ ശ്രുതി ലക്ഷ്മി, അവളുടെ പേര് വേറെന്തോ ആണല്ലോ, ശ്രുതി കുമാരി ലക്ഷ്മി, ആ അവളെപ്പോലെ നടക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ വരുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ മനോരമ എല്ലാവരും കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. വരൂ എല്ലാവർക്കും കഴിക്കാം, വരൂ ബേബീസ്, അമ്മയും വാ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിക്കാൻ വന്നിരിക്കുവാണ്. ഇരിക്കുന്ന സമയത്ത് അശ്വിനും അതുപോലെ തന്നെ ലാവണ്യയും വരുന്നുണ്ട്. അശ്വിൻ്റെ തൊട്ടടുത്ത് ലാവണ്യ ഇരിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, കുട്ടി അവിടെ ഇരിക്കല്ലേ, അത് അഞ്ജലിയുടെ സ്ഥലമാണ്, ഇവിടെ വന്നിരിക്കൂ എന്ന് പറയാണ്. അങ്ങനെ മനോരമയുടെ തൊട്ടിപ്പുറത്തെ സീറ്റിലേക്ക് ലാവണ്യനെ വിളിക്കുകയാണ് മുത്തശ്ശി. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ലാവണ്യ ഒന്ന് പരാതിയൊന്നും പറയാണ്ട് വേഗം തന്നെ അവിടെ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ലാവണ്യ ചോദിക്കുന്നുണ്ട്, ഓഹോ ഇവിടെ ഓരോരുത്തർക്ക് ഇരിക്കാൻ ഓരോരോ കസേരയും സ്ഥലങ്ങളും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനോരമ ലാവണ്യയുടെ ചെവി പറയുന്നുണ്ട്, അതെ മുത്തശ്ശി വെറുതെ ഒരു നമ്പർ ഇട്ടതാ വലിയ ആളാവാൻ വേണ്ടി, ഇവിടെ അങ്ങനെയൊന്നും ഇല്ലെന്നേ എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം അഞ്ജലിയൊക്കെ വന്നിരിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ലാവണ്യ അടുത്ത്, കൊച്ച് നിനക്ക് വേറെ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ അറിയാം എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് അല്ല, നിനക്ക് മുട്ട ചേർത്ത സ്വീറ്റ്സും അതുപോലെ തന്നെ ഇത് മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല അല്ല, എനിക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് പറയാണ്. ചായയോ എങ്ങനെ ഉണ്ടാക്കാൻ അറിയാം? ഗ്രീൻ ടീ ബാഗ് കിട്ടില്ലേ, അതുണ്ടാക്കാനായിട്ട്. ഓ ഫുഡ് എന്തുണ്ടാക്കാൻ അറിയാമെന്നാണ് ഞാൻ ചോദിച്ചത്. അത് പിന്നെ ന്യൂഡിൽസ്, കോൺഫ്ലെക്സ് എന്നൊക്കെ പറയുമ്പോൾ, ഓ പകുതി വിവിധ സാധനങ്ങളുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, വേറെ അടുക്കളയിൽ കയറി എന്തൊക്കെ ചോറും കറിയൊക്കെ വെക്കാൻ അറിയാമെന്ന് ഉദ്ദേശിച്ചെന്ന് ചോദിക്കുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, സോറി മുത്തശ്ശി അതൊന്നും വെക്കാൻ എനിക്ക് അറിയില്ലെന്ന് പറയാണ്. ആ സമയത്ത് അശ്വൻ പറയുന്നുണ്ട്, ഒരു വീട്ടിൽ താമസിക്കാൻ വേണ്ടി പാചകമൊക്കെ ചെയ്യണമെന്ന് നിർബന്ധമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്കതിപ്പോൾ തോന്നുമായിരിക്കും, നാളൊരു സമയത്തിനൊക്കെ തോന്നും ഭാര്യയുടെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി തന്നെ കഴിക്കണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ ശ്യാം പറയുന്നുണ്ട്, ലാവണ്യ താൻ ടെൻഷൻ അടിക്കേണ്ട, തനിക്ക് സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കാൻ തരാനായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട്, ഓ ഈ ശ്യാമേട്ടനെ എവിടെയോ പോയിട്ട് സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കാൻ അറിയാം, ഏതൊരു ആൻറ്റി പഠിപ്പിച്ചതാ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്യാം പറയുന്നത്, ഏതൊരു ആൻറ്റിയൊന്നുമല്ല, നല്ല പാലക്കാടൻ ആൻറ്റി പഠിപ്പിച്ചതാ, അവരുടെ ഫാമിലി പഠിപ്പിച്ചത്, നല്ല ഗുലാബ് ജാം അതുപോലെ തന്നെ പാലക്കാടൻ ജിലേബിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, നമ്മുടെ ശ്രുതിലക്ഷ്മിയുടെ വീട് പാലക്കാടല്ലേ, ആ കുട്ടിക്ക് സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാമെന്നാണ് പറഞ്ഞത്, ആ കുട്ടിയുടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കണം എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അശ്വിൻ ശ്രുതിനെക്കുറിച്ച് ആലോചിച്ച് പോവാട്ടോ. ശ്രുതി നാട്ടിൽ നിന്ന് പോകുവാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതാലോചിച്ച് കുറച്ച് നേരത്തേക്ക് അശ്വിൻ മിണ്ടാതിരിക്കുകയാണ്. പെട്ടെന്ന് അശ്വിന് ആകെപ്പാടെ വല്ലാതെ ആവാണ്. അശ്വിൻ അവിടെ ചായയൊന്നും കുടിക്കാണ്ട് അവിടെ തന്നെ വെച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാണ്. അതിനുശേഷം കാണിക്കുന്നത് ശ്രുതിനെയാണ്. ശ്രുതിയും അതുപോലെ തന്നെ പ്രീതിയും കൂടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്ത് വെക്കുക കേട്ടോ. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ആൻറ്റിയൊക്കെ വരുന്നുണ്ട് വീടൊക്കെ അടച്ചിട്ട്. ആ സമയത്ത് പ്രീതി ചോദിക്കേണ്ടത്, എന്താ ശ്രുതി നീ എന്തെങ്കിലും എടുക്കാൻ മറന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു സെക്കൻഡ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ബാഗിലൊക്കെ തപ്പുവാണ്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ചേച്ചി ഞാൻ മറന്നു, വീണ്ടും മറന്നു, കുട്ടിക്കൃഷ്ണൻ എടുക്കാൻ വേണ്ടി മറന്നു എന്ന് പറയാണ്. അയ്യോ നീ അത് വീണ്ടും മറന്നു ചോദിക്കുമ്പോൾ, അതെ ഞാൻ അത് മറന്നു ചേച്ചി എന്ന് പറയാം കേട്ടോ. ആ സമയത്ത് നമ്മുടെ ആൻറ്റി പറയുന്നുണ്ട്, കുട്ടിക്കൃഷ്ണൻ നിങ്ങളുടെ കൂടെ വരാനായിട്ട് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും, അത് തന്നെ ആൾ പിന്നെ ഇവിടെ നിന്നേന്ന് പറയാണ്. ശരി നീ പെട്ടെന്ന് എടുത്തിട്ട് വാ എന്ന് പ്രീതി പറയുമ്പോൾ ശ്രുതി അകത്തേക്ക് കയറി പോവാണ്. ശേഷം ആ കുട്ടിക്കൃഷ്ണനെ എടുക്കുന്നുണ്ട്. എന്താ കുട്ടിക്കൃഷ്ണ, നിനക്ക് ഞങ്ങളുടെ വരാനായിട്ട് ഇഷ്ടമില്ലേ? എന്താ ഞാൻ എടുത്ത തീരുമാനം തെറ്റായി പോയോ? എന്തെങ്കിലുമൊക്കെ പറ, എന്തെങ്കിലുമൊക്കെ സൂചന താ എൻ്റെ കുട്ടിക്കൃഷ്ണ എന്നിങ്ങനെ പറയുമ്പോൾ ആ കൃഷ്ണനെ ചാർത്തിരുന്ന തുണി നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ വീഴുക കേട്ടോ. ഇതെന്ത് സൂചനയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും വാ നമുക്ക് പോകാം എന്ന് ശ്രുതി കൃഷ്ണനോട് പറയുന്നുണ്ട്. ശേഷം ചേച്ചി വിളിക്കുകയാണ്, ശ്രുതി നീ അവിടെ എന്ത് ചെയ്യുക, വേഗം വാ എന്ന് പറയുന്നുണ്ട്.
ആ സമയത്ത് ലാവണ്യനോട് പിന്നെ കാണിക്കണം. ലാവണ്യടുത്ത് മുത്തശ്ശി പറയാണ്, ലാവണ്യ ഇന്നത്തെ ഫുഡ് നീ തന്നെ നിൻ്റെ കൈ വെച്ച് ഉണ്ടാക്കണം. ചപ്പാത്തിയും കറിയും ആയിക്കോട്ടെ. ചപ്പാത്തിയും കറിയോ എന്ന് ലാവണ്യ ചോദിക്കുമ്പോൾ, അതെ ചപ്പാത്തിയും കറിയും, കറിയായിട്ട് വല്ല ടൊമാറ്റോ കറിയോ കിഴങ്ങ് കറിയോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ, സോറി മുത്തശ്ശി എനിക്കതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്കത് ഉണ്ടാക്കാൻ അറിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ വേറെ പെണ്ണുങ്ങളുണ്ടല്ലോ, നിനക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചുണ്ടാക്കണം. നോക്ക് കുട്ടി, ഭർത്താക്കന്മാരുടെ ഹൃദയത്തിൽ കയറുന്നത് ആദ്യത്തെ ചുവടാണ് പാചകം എന്ന് പറയണത്. കുഞ്ഞിനെ പിന്നെ പുളിയും ഉപ്പൊക്കെ വളരെ കുറവേ കറികളിൽ പാടുള്ളൂ. ആ രീതിയിൽ നീ നീ ഉണ്ടാക്കിയാൽ മതി. നീ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവന് രുചി കൂടും എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ലാവണ്യ ആകെ പേടിച്ച് വിറച്ച്, മുത്തശ്ശി എനിക്കതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, സോറി എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോഴേക്കും, അതുണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അതുണ്ടാക്കാൻ പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയുള്ള ബാക്കി പെണ്ണുങ്ങളൊക്കെ ഇത് ജന്മന പഠിച്ചുകൊണ്ട് വന്നതല്ല, അതൊക്കെ ഉണ്ടാക്കിയാണ് നോക്കി പഠിച്ചതാ, അതുകൊണ്ട് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകുവാണ്. ആ സമയത്ത് നമ്മുടെ ലാവണ്യ പറയുന്നുണ്ട്, സോറി ചേച്ചി, അഞ്ജലി ചേച്ചി എനിക്കിതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട്, എൻ്റെ ബേബി നീ ടെൻഷൻ അടിക്കേണ്ട, നിനക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള റെസിപ്പിക്ക് ഞാൻ പറഞ്ഞുതരാം. നീ വെറുതെ നിന്ന് തന്നാൽ മതി. നിന്നെക്കൊണ്ട് ചെറിയ ചെറിയ പണികളെ മാത്രമേ ഞാൻ എടുപ്പിക്കുള്ളൂ. ബാക്കിയെല്ലാം ഞാനും അഞ്ജലി ബേബിയും കൂടി ചെയ്ത് കാണിച്ചു തരാം എന്ന് പറയുവാണ്. അപ്പോഴേക്കും ലാവണ്യ ശരി ഓക്കെ എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കണ നമ്മുടെ ശ്രുതിനെയും പ്രീതിനെയും പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്യാബ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രീതി പറയേണ്ടതേ വണ്ടി വന്നു, വാ ശ്രുതി കയറാം എന്ന് പറഞ്ഞിട്ട് പ്രീതി വണ്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുവാണ്. ആ സമയത്ത് നോക്കുമ്പോൾ ആൻറ്റി അവരുടെ കൂടെ വരുന്നില്ല, വാതിൽക്കൽ തന്നെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ, എന്താ ആൻറ്റി വരുന്നില്ലേ, വാ എന്ന് പറഞ്ഞിട്ട് പെട്ടിയൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് വെക്കുവാണ്. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ആൻറ്റി വരുന്നില്ല. ആ സമയത്ത് ശ്രുതിയും പ്രീതിയും കൂടി പരസ്പരം മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കുക കേട്ടോ. പ്രീതിയും ശ്രുതിയും കൂടി അമ്മായിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ശേഷം അമ്മായിയോട് ചോദിക്കേണ്ടത്, എന്താ ഞങ്ങളുടെ കൂടെ റെയിൽവേ സ്റ്റേഷൻ വരെ വരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മായി ഇവിടെ നിൽക്കുവാണോ? എല്ലാ മക്കളെ നിങ്ങളുടെ തീരുമാനം ഉറച്ചതാണോ? ശ്രുതി ഞാൻ നിന്നോട് ഒന്നും കൂടി ചോദിക്കുവാണ്, പോകണമെന്ന് നിർബന്ധമാണോ മോളെ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ, അതെ ആൻറ്റി പോകണോ ആൻറ്റി, പോയേ പറ്റൂ. ശരി എങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് ആൻറ്റി അവരെയും വിളിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറുവാണ്. ശ്രുതി പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി ആ വീടൊന്ന് നോക്കുവാണ്. അതിനുശേഷം വണ്ടിയിൽ കയറിയിട്ട് അവരങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുക കേട്ടോ. പിന്നെ കാണിക്കുന്ന ശ്യാമിനെയാണ്. ശ്യാം ശ്രുതിനെ മാറി മാറി വിളിക്കുവാണ്. ഫോൺ എടുക്കുന്നില്ല. ലാൻഡ് ഫോണിലേക്ക് വിളിക്കുമ്പോഴും ബെല്ലടിക്കുന്നുണ്ടെങ്കിൽ ആരും എടുക്കുന്നില്ല. അവിടെ ആരും എടുക്കുന്നില്ലല്ലോ, ഇനി അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ശ്യാം ആലോചിക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി വരുന്നുണ്ട്. ആഹാ, ശ്യാമേട്ടൻ ഇവിടെ നിൽക്കുവാണോ? എന്താ റെഡിയായില്ലേന്നേ എവിടെ പോകാനായിട്ട്? ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകേണ്ട കാര്യം പറഞ്ഞില്ലേ? ഓ യെസ് യെസ്, ഞാനത് മറന്നിട്ടൊന്നുമില്ല. പക്ഷേ ഒരു അത്യാവശ്യ കാര്യമുണ്ട് അഞ്ജലി. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് പെട്ടെന്ന് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. ഒരു കേസ്, ഞാൻ പോയില്ലെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ കേസിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റില്ല. ഒരു സ്റ്റേഷൻ കേസാണ്, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. അല്ലെങ്കിൽ ഒരു ജീവൻ്റെ കാര്യമാണ് എന്ന് പറയുമ്പോൾ, ഓ അങ്ങനെയാണോ? അതെ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം, നീ ഇവിടെ നിന്നോ എന്ന് പറയുവാണ്. ശരി, അങ്ങനെ പോകണം, അത്യാവശ്യമുള്ള കേസാണെങ്കിൽ ശരി പോയിട്ട് വാ എന്ന് അഞ്ജലി പറയുമ്പോൾ, ഓക്കെ എന്നാൽ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എന്ന് ശ്യാം പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.